നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുന്ന ഒരു തരം അലർജിയാണ് അർട്ടിക്കേരിയ എന്ന് പറയുന്നത്. വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത്. ശരീരവുമായി സമ്പർക്കത്തിൽ വരുന്ന പദാർത്ഥങ്ങളോട് നമ്മുടെ പ്രതിരോധ ശക്തി അമിതമായി പ്രതികരിക്കുന്നതാണ് ഈ ഒരു രോഗത്തിന് കാരണം. സൂര്യനും സൂര്യന് താഴെയുള്ളത് എന്തും ഇത്തരം അലർജി ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഇന്ന് ഹലോ ഡോക്ടറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അർട്ടിക്കേരിയയെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സുസ്ന നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ പലതരത്തിലുള്ള അലർജികളെ പറ്റി ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ചൊറിഞ്ഞു തടിക്കൽ എന്നതിനപ്പുറം ഈ അർട്ടിക്കേരിയ എന്നൊരു വാക്ക് ഒരു പക്ഷേ പലർക്കും അത്ര ഒരു ഫെമിലിയറായ ഒരു വാക്കായിരിക്കില്ല. എന്താണ് ഈ അർട്ടിക്കേരിയ എന്നൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ ആദ്യം? അതെ, നമ്മൾ പലരും അർട്ടിക്കേരിയ എന്ന കണ്ടീഷൻ കണ്ടിട്ടുണ്ടാവും. നമുക്ക് തന്നെ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ വന്നിട്ട്, പക്ഷെ അതിന്റെ പേരറിയില്ല എന്ന് മാത്രം. ഇത് വരുന്നത് ചൊറിച്ചിലോട് കൂടിയ ചുമന്ന തടിച്ച പാടുകളായിട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വരുന്ന ഓരോ പാടുകളും 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ അമർന്ന് അപ്രത്യക്ഷമായി പോകും. പക്ഷെ പുതിയ പാടുകൾ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാട് അമർന്നു പോയെന്നും പിന്നീട് നമ്മൾ കാണുന്നത് പുതുതായി വരുന്നതാണെന്നും മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇത് അർട്ടിക്കേരിയ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വരാം, ഈ ഇത്തരത്തിലുള്ള പാടുകളായിട്ട്. ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് ആൻജിയോ എഡിമ എന്ന് പറയും. ഇവിടെ കുറച്ചുകൂടി വലിയ വലിയ തടിപ്പുകൾ, മുഴകൾ പോലെയാണ് ഇത് ശരീരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൺപോളകള്, ചുണ്ട് ഇവിടെയൊക്കെ നീര് വെച്ച് വീർത്ത് നമ്മൾ ചിലപ്പോൾ കാണാറില്ലേ, കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കണ്ണിന് ചുറ്റും നീര് വെച്ച് വരാറുണ്ട്. അതുപോലെ ചുണ്ടുകളൊക്കെ തടിച്ച് തൂങ്ങി വരുന്ന അവസ്ഥ കാണാറുണ്ട്. ഇതാണ് ആൻജിയോ എഡിമ. ഇനി ഈ അർട്ടിക്കേരിയയുടെയും ആൻജിയോ എഡിമയുടെയും കുറച്ചുകൂടി സിവിയർ ആയ ഒരു ഫോമാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കാറില്ലേ, ചില ഭക്ഷണം കഴിച്ചു, അതിന് അലർജി വന്നത് കാരണം അപ്പൊ തന്നെ രോഗി മരിച്ചുപോയി. അതുപോലെ ചില മരുന്നിന് റിയാക്ഷൻ വന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് ഹോസ്പിറ്റലാണെങ്കിൽ പോലും രോഗിയെ സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇതാണ് അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ മരുന്ന് മാറി കുത്തിവെച്ചു എന്ന് കേൾക്കുന്ന പലതും മരുന്ന് മാറി കുത്തിവെക്കുന്നതല്ല, ആ മരുന്നിനോട് ആ രോഗിയുടെ ശരീരം റിയാക്ട് ചെയ്യുന്നതും ഈ അനാഫിലാക്സിസ് വരുന്നത് കാരണമാണ് അത്ര പെട്ടെന്ന് തന്നെ മരണം പോലും സംഭവിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഈ അർട്ടിക്കേരിയ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ജീവിത ശൈലിയിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള അലർജിയോ എന്താണ് കാരണം എന്നൊന്ന് വിശദീകരിക്കാമോ? നമുക്ക് ആദ്യം തന്നെ ഈ അർട്ടിക്കേരിയ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് അർട്ടിക്കേരിയ, ഒന്ന് ക്രോണിക് അർട്ടിക്കേരിയ. ഇപ്പൊ ഞാൻ പറഞ്ഞു, വരുന്ന ഒരു പാട് 24 മണിക്കൂറിനുള്ളിൽ അമർന്നു പോകാം, പക്ഷെ പുതിയ പാടുകൾ വന്നുകൊണ്ടേയിരിക്കാം, പുതിയ തടുപ്പുകൾ വന്നുകൊണ്ടേയിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അസുഖം ഒരു 6 ആഴ്ച, അതായത് 1.5 മാസത്തിൽ കുറവാണ് രോഗി അനുഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അക്യൂട്ട് അർട്ടിക്കേരിയ എന്ന് പറയും. ഇത് 6 ആഴ്ചയിൽ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിന് ക്രോണിക് അർട്ടിക്കേരിയ എന്ന് പറയും. ഇത് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാനുള്ള കാരണം, ഇതിന്റെ കാരണങ്ങളും വ്യത്യസ്തമാണ്, അതേപോലെ ട്രീറ്റ്മെന്റും വ്യത്യാസപ്പെട്ടിരിക്കും. അക്യൂട്ട് അർട്ടിക്കേരിയക്ക് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പല ഭക്ഷണ സാധനങ്ങൾക്കുള്ള അലർജി, മരുന്നിനുള്ള അലർജി, അതൊക്കെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലർ പറയാറില്ലേ, ഷെൽ ഫിഷ് പോലത്തെ, കൊഞ്ചൻ ഞണ്ട്, ചെമ്മീൻ അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ചൊറിച്ചിലും തടിപ്പും വരുന്നു എന്നൊക്കെ പറയുന്നത് അക്യൂട്ട് അർട്ടിക്കേരിയ ആണ്. അതുപോലെ ഇൻഫെക്ഷൻസ് കാരണം, അത് രക്തത്തിലുള്ളതോ മൂത്രത്തിലുള്ളതോ തൊണ്ടയിൽ വരുന്ന പഴുപ്പ്, ഇതൊക്കെ അക്യൂട്ട് അർട്ടിക്കേരിയ ആയിട്ട് വരാറുണ്ട്. അതുപോലെ ചില ഇൻസെക്ട് ബൈറ്റ്, പ്രാണികൾ കടിക്കുന്നത് കൊണ്ട് അത് പിന്നെ ശരീരം മൊത്തമായിട്ട് അർട്ടിക്കേരിയ ആയിട്ട് കാണാറുണ്ട്. ഇനി നമ്മൾ ക്രോണിക് അർട്ടിക്കേരിയയിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫിസിക്കൽ അർട്ടിക്കേരിയ, ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേരിയ. ഫിസിക്കൽ അർട്ടിക്കേരിയ എന്ന് പറയുന്നത് ചിലർക്ക് തണുപ്പ് വരുമ്പോഴത്തേക്കും അർട്ടിക്കേരിയ വരാറുണ്ട്. ചിലർക്ക് വെള്ളം, അതിനെ നമ്മൾ കോൾഡ് അർട്ടിക്കേരിയ എന്ന് പറയും. ചിലർക്ക് വെള്ളം തട്ടുമ്പോഴേക്കും അർട്ടിക്കേരിയ വരാം, അതായത് അക്വാജനിക് അർട്ടിക്കേരിയ. ചിലർക്ക് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ സോളാർ അർട്ടിക്കേരിയ, വെയിൽ കൊള്ളുന്ന ഭാഗത്ത് അർട്ടിക്കേരിയ വരാറുണ്ട്. ചിലർക്ക് പ്രഷർ അർട്ടിക്കേരിയ എന്ന് പറയും. നമ്മളൊന്ന് അമർത്തി കയ്യിലൊന്ന് പിടിക്കുമ്പോഴത്തേക്കും ആ ഭാഗം ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങി വരാറുണ്ട്, അതാണ് പ്രഷർ അർട്ടിക്കേരിയ. അതുപോലെ ചിലരുടെ ശരീരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മളൊരു അമർത്തി ഒരു വര വരെയാണെങ്കിൽ ആ ഭാഗം അതേപോലെ ചുമന്ന് പൊങ്ങി അതേ ലൈൻ പോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ശരീരത്തിൽ എഴുതാൻ തന്നെ സാധിക്കും. അതിനെയാണ് നമ്മൾ ഡെർമോഗ്രാഫിസം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഫിസിക്കൽ അർട്ടിക്കേരിയ. അടുത്തൊരു വെറൈറ്റിയാണ് നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേരിയ.
ഇവിടെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധം ഒരു കൃത്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അർട്ടിക്കേരിയ വരുന്നത്. നമുക്കറിയാം, സാധാരണ പുറത്തു നിന്ന് ഒരു രോഗാണു, വൈറസോ ബാക്ടീരിയയോ ഫംഗസോ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം അതിനെതിരായിട്ട് പ്രതിരോധം ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിനെതിരായിട്ട് തന്നെ, സ്കിന്നിനെതിരായിട്ട് തന്നെ പ്രതിരോധം ഉണ്ടാക്കുകയും അത് അർട്ടിക്കേരിയ ആയിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. ഇതാണ് ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേരിയ. ഡോക്ടർ, ഈ ഒരു രോഗം ഇത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു സ്വാഭാവികമായി ഉണ്ടാകും സംശയം. ഈ ഒരു രോഗം വന്നു നമ്മൾ ഈ ശാരീരികമായ അസ്വസ്ഥതകളല്ലാതെ ചൊറിഞ്ഞു തടിക്കുമ്പോഴും മുഖത്തും ഒക്കെ പലയിടത്തും നീര് വയ്ക്കുമ്പോഴും ആ ഒരു പ്രശ്നങ്ങളല്ലാതെ ഇതുകൊണ്ട് മറ്റെന്തെങ്കിലും ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാനുള്ളൊരു സാഹചര്യമുണ്ടോ? അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ അനാഫിലാക്റ്റിക് റിയാക്ഷൻ. അതാണ് ഇതിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു വേർഷൻ എന്ന് പറയുന്നത്. ശരീരത്തിൽ വരുന്ന ചൊറിച്ചിൽ നമുക്കൊരു ലോഷൻ ചെയ്യോ അങ്ങനെയൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇത് അനാഫിലാക്സിസിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ ഒരു ക്രിട്ടിക്കലായ കണ്ടീഷനാണ്. പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തുകയും ഇഞ്ചക്ഷൻ എടുത്ത് മാത്രമേ, നമ്മൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാത്രമേ നമുക്ക് ഈ കണ്ടീഷനിൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താവുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ അർട്ടിക്കേരിയ വരുമ്പോൾ തൊലിയിൽ നമ്മൾ എന്താ കാണുന്നത്, ഇങ്ങനത്തെ തടുപ്പുകളല്ലേ. അതേപോലെ തന്നെ ഈ അനാഫിലാക്റ്റിക് റിയാക്ഷനിൽ നമ്മുടെ ശ്വാസനാളത്തില് നീര് വെക്കുകയും ശ്വാസനാളം അത് കൺസ്ട്രിക്ട് ചെയ്യുകയും ചുരുങ്ങി പോവുകയും ചെയ്യും. അപ്പൊ രോഗിക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരികയും മരണത്തിലേക്ക് പോവുകയും ചെയ്യാം. അതേപോലെ നമ്മുടെ രക്തക്കുഴലുകൾ പെട്ടെന്ന് തന്നെ വികസിച്ചു പോവുകയും രോഗിയുടെ ബ്ലഡ് പ്രഷർ ക്രമാതീതമായി കുറഞ്ഞു പോവുകയും ചെയ്യും. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ അനാഫിലാക്റ്റിക് റിയാക്ഷനിൽ പെട്ടെന്ന് തന്നെ രോഗി മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും സിവിയർ ആയ ഫോം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംശയം വരുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ അർട്ടിക്കേരിയയെ പറ്റിയും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അതുപോലെ ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? ഒരു രോഗിയെ ഡോക്ടറുടെ മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ ശരീരത്തിലെ പാടുകൾ കണ്ടു മാത്രം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തൊക്കെ തരം പരിശോധനകളാണ് ഇതിനു വേണ്ടി ചെയ്യാറുള്ളത്? അർട്ടിക്കേരിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ മാത്രം മതി. ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അർട്ടിക്കേരിയ കൂടുതൽ വരുന്നത് രാത്രി കാലങ്ങളിലായിരിക്കും. അപ്പൊ രാത്രിയിൽ ഇവർക്ക് നിറയെ ചൊറിഞ്ഞു തടിച്ച പാടുകളായിരിക്കും ശരീരം മുഴുവനും. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ഒ പിയിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാം അമർന്നു പോയിട്ടുണ്ട്. അപ്പൊ പേഷ്യൻസിന് വെപ്രാളാണ്, അയ്യോ ഡോക്ടർ ഇത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പലരും ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്താണ് ഒ പിയിൽ വരുന്നത്. പക്ഷെ ഹിസ്റ്ററി കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതുപോലെ വരുന്നു, പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി പോകുന്നു എന്ന് പറയുമ്പോൾ അത് അർട്ടിക്കേരിയ ആണ്. ഇവിടെ നമ്മൾ ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നത് അർട്ടിക്കേരിയ ഡയഗ്നോസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അർട്ടിക്കേരിയയുടെ കാരണം കണ്ടുപിടിക്കാനാണ്. അതിൽ നമ്മൾ ഡോക്ടറോടൊപ്പം തന്നെ രോഗിയും കൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഭക്ഷണത്തിന് അലർജിയായി വരാമെന്ന്. അപ്പൊ നമ്മൾ രോഗികളോട് പറയും ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. അപ്പൊ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു, ഏതൊക്കെ ദിവസങ്ങളിൽ അലർജി വന്നു, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അലർജി വരുന്നത്, അങ്ങനെ അത് ഒഴിവാക്കാം. അതുപോലെ ഇൻഫെക്ഷൻസ് കാരണം വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു വെറൈറ്റി ആയിരുന്നു ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേരിയ. ഇതൊരു ക്രോണിക് അർട്ടിക്കേരിയ ആണ്. അപ്പൊ അതിൽ നമുക്ക് IgE, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്താൽ IgE ഹൈ ആയിരിക്കും ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേരിയയിൽ. അതുപോലെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേരിയയുടെ കൂടെ തന്നെ മറ്റു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും ചില പേഷ്യൻസിൽ കാണാറുണ്ട്. അതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്. തൈറോയിഡിന്റെ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, അത് കണ്ടുപിടിക്കാൻ തൈറോയിഡ് ടെസ്റ്റുകൾ, തൈറോയിഡ് ആന്റിബോഡി ടെസ്റ്റുകൾ, അതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ പിന്നെ ഡോക്ടർ തന്നെ, ഡെർമറ്റോളജിസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ASST എന്ന് പറയും. അതൊരു ഷോർട്ട് ഫോം ആണ്, ഓട്ടോലോഗസ് സീറം സ്കിൻ ടെസ്റ്റ്. ഇവിടെ നമ്മൾ രോഗിയുടെ ബ്ലഡ് എടുത്തിട്ട് അത് സെൻട്രിഫ്യൂജ് ചെയ്യും. അതിൽ നിന്ന് ചുമന്ന രക്താണുക്കളെയൊക്കെ മാറ്റി ഒരു മഞ്ഞ നിറത്തിലുള്ള രക്തത്തിന്റെ വെള്ള പദാർത്ഥം മാത്രം മാറ്റിയെടുക്കും. ഇത് രോഗിയുടെ തൊലിയുടെ സ്കിന്നിന്റെ ഏറ്റവും പുറത്തേ ലെയറിൽ ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ ആയിട്ട് വെക്കും. കുറച്ച് കഴിഞ്ഞ് അത് റീഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഭാഗം ചുമന്ന് കുറച്ച് തടിച്ച് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ ASST ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേരിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്യും. നമുക്ക് ഈ അർട്ടിക്കേരിയ കണ്ടുപിടിക്കുന്ന സ്കിൻ ബയോപ്സി ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? യൂഷ്വലി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 99% അർട്ടിക്കേരിയ നമുക്ക് ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ്, ബയോപ്സിയുടെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇതിനെ മിമിക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ അതിനെ അർട്ടിക്കേരിയൽ വാസ്കുലൈറ്റിസ് എന്ന് പറയും.
വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് പോലെ വരുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു, അർട്ടിക്കേരിയയിൽ ഈ വരുന്ന തടിപ്പുകൾ 24 മണിക്കൂർ കൊണ്ട് തന്നെ അപ്രത്യക്ഷമായി പോകുന്നു. പക്ഷെ അർട്ടിക്കേരിയൽ വാസ്കുലൈറ്റിസിലാണെങ്കിൽ ഈ തടിപ്പുകൾ 24 മണിക്കൂറിൽ കൂടുതൽ അതുപോലെ തന്നെ സ്കിന്നിൽ നിൽക്കാം. അതുപോലെ അർട്ടിക്കേരിയയിൽ ഇത് അമർന്നു പോകുന്ന ഭാഗത്ത് പിന്നെ പാടുകൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, നോർമൽ സ്കിന്നിലേക്ക് തിരിച്ചു വരും. പക്ഷെ അർട്ടിക്കേരിയൽ വാസ്കുലൈറ്റിസിൽ ഈ തടിപ്പ് അമർന്നു കഴിഞ്ഞാലും അവിടെ ചുമന്ന നിറത്തിലുള്ള ഒരു പാട് അവിടെ തന്നെ ഇരിക്കാം. അതുപോലെ ചില പേഷ്യൻസിന് സിവിയർ ആയിട്ടുള്ള പെയിനും ഇതിന്റെ കൂടെ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ അർട്ടിക്കേരിയൽ വാസ്കുലൈറ്റിസ് സസ്പെക്ട് ചെയ്യുന്നത്. ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ സ്കിൻ ബയോപ്സി ചെയ്യാറുണ്ട്. സാധാരണ അർട്ടിക്കേരിയയിൽ ഇതുപോലെ സ്കിൻ ബയോപ്സിയുടെ ആവശ്യം വരാറേ ഇല്ല. അതുപോലെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം, ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് സ്കിൻ ബയോപ്സി എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ബയോപ്സി എന്ന് പറയുന്നത് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടെസ്റ്റ് ആണെന്നാണ്. എന്നാൽ നമ്മളിപ്പോ ഷുഗർ കണ്ടുപിടിക്കാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ സ്കിന്നിലുള്ള ചില അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ സ്കിൻ ബയോപ്സി ചെയ്യും. ഒരു 99.9% നമ്മൾ അവിടെ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാനല്ല, ഏത് തരം അലർജിയാണ് അല്ലെ ഈ പറഞ്ഞതുപോലത്തെ വാസ്കുലൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ്, ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാനാണ് ബയോപ്സി ചെയ്യുന്നത്. ഈ സ്കിൻ ബയോപ്സി എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകൾ സ്കിൻ ക്യാൻസർ എന്ന രീതിയിലേക്കൊക്കെ ആയിരിക്കും ചിന്തിക്കുക. അതെ അതെ, അതിന്റെ ആവശ്യമില്ല. ഡോക്ടർ, അപ്പോൾ ഈ പരിശോധനകളൊക്കെ കഴിഞ്ഞു, ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ചികിത്സാ രീതികളൊക്കെ ഏത് രീതിയിലായിരിക്കും? അതെ, ആദ്യത്തെ നമ്മുടെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭക്ഷണത്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രോഗി ആ ഭക്ഷണം ഒഴിവാക്കുക തന്നെ ചെയ്യാം. ഒരു മരുന്നിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെപ്പോഴും ഏത് മരുന്നിനാണോ അലർജി വന്നതെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യണം. അതിനുശേഷം ഡോക്ടേഴ്സ് അത് കുറിച്ച ഒരു പേപ്പർ, ഒരു കാർഡ് നിങ്ങളെ കയ്യിൽ തരും. അത് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കണം. കാരണം ചിലപ്പോൾ പാരസെറ്റമോളിനായിരിക്കുക, അപ്പൊ നമ്മൾ പനി വരുമ്പോഴോ ഒരു തലവേദന വരുമ്പോഴോ ഒക്കെ പാരസെറ്റമോൾ വാങ്ങി കഴിക്കും, ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതെപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അനാഫിലാക്സ് പോലത്തെ ഒരു ജീവഹാനി തന്നെ വരുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഏത് മരുന്നിനാണോ അലർജി അത് നമ്മൾ എപ്പോഴും അതിന്റെ ഒരു നോട്ട് കയ്യിൽ കരുതി വെക്കണം. എപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴും ഈ മരുന്നിന് അലർജി ആണെന്ന് പറയുകയും വേണം. പിന്നെ ഇതിന്റെ ഒരു സിംറ്റമാറ്റിക് ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് ആന്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഒരു മരുന്നുകളാണ്. അത് കഴിക്കുമ്പോഴത്തേക്കും ഈ ചൊറിച്ചിലും തടുപ്പും ഒക്കെ അമർന്നു പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അക്യൂട്ട് അർട്ടിക്കേരിയ ഇൻഫെക്ഷൻ കാരണമാണെങ്കിൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. ചില കണ്ടീഷൻസിൽ ആന്റി ഹിസ്റ്റമിൻ കൊണ്ട് കുറയുന്നില്ലെങ്കിൽ ഒരു ഷോർട്ട് കോഴ്സ് സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകൾ കൊടുക്കേണ്ടി വരാറുണ്ട്. അനാഫിലാക്സ് പോലെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റിറോയിഡും ആന്റി ഹിസ്റ്റമിനും കൂടാതെ അഡ്രിനാലിൻ പോലുള്ള ഇഞ്ചക്ഷൻസ് തന്നെ കൊടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഇതിലൊന്നും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഓട്ടോഇമ്മ്യൂൺ അർട്ടിക്കേരിയ പോലത്തെ കണ്ടീഷൻ നമ്മളെ പ്രതിരോധത്തിന്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അപ്പൊ നമ്മളെ പ്രതിരോധത്തിന് ഒരു കൺട്രോൾഡ് ആയിട്ടൊന്ന് കുറച്ച് വെക്കാനുള്ള ചില ഇമ്മ്യൂണോ മോഡുലേറ്റർ, സൈക്ലോസ്പോറിൻ എന്നൊക്കെ പറയുന്ന ചില ഗുളികകളുണ്ട്, അതൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഇതിലൊന്നും കൺട്രോൾ ആവുന്നില്ല. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ ഡേ ടു ഡേ ലൈഫിനെ, ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ ഇത് വല്ലാതെ ബാധിക്കും. പുറത്തു പോകുമ്പോഴൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ എപ്പോഴാണ് ഇത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഇതിന്റെ ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോഇമ്മ്യൂൺ അർട്ടിക്കേരിയയിൽ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടിയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ കുറക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഈ IgEയുടെ മുകളിൽ തന്നെ ആക്ട് ചെയ്യുന്ന ചില ബയോളജിക്കൽസ് എന്ന് പറയുന്ന പുതിയ മരുന്നുകളുണ്ട്. മാലിസുമാബിനൊക്കെ പറയുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കാം. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് AST എന്ന് പറയും, ഓട്ടോലോഗസ് സീറം തെറപ്പി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ASST എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെ പറ്റി പറഞ്ഞില്ലേ, അതേ മെത്തേഡാണ് ഇവിടെയും നമ്മൾ സിറം എടുക്കുന്നത്. പേഷ്യന്റിന്റെ ബ്ലഡ് എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് സിറം സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഇവിടെ അത് മസിലില് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ആയിട്ട് ആഴ്ചയിൽ ഒരു 9 ആഴ്ചയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓട്ടോഇമ്മ്യൂൺ അർട്ടിക്കേരിയ ഉള്ള ഒരു നല്ല ശതമാനത്തിനും ഇതുകൊണ്ട് കുറവ് വരാറുണ്ട്. പിന്നെ ഗുളിക തന്നെ നിർത്താനും പറ്റാറുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്നതാണ്. ഒമാലിസുമാബ് ഒന്നും അഫോർഡ് ചെയ്യാത്ത പേഷ്യൻസിന് ഇത് അത്രയും റേറ്റ് ഇല്ലാത്ത എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ്. ഡോക്ടർ, എങ്ങനെയാണ് അലർജി ഉള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ തടിപ്പായി മാറുന്നത് എങ്ങനെയാണ്? നമുക്ക് അലർജി ഉണ്ടാവുന്ന ഒരു പദാർത്ഥം, മരുന്നോ ഭക്ഷണമോ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മാസ്റ്റ് സെൽസ് എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ഇത് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിനെ റിലീസ് ചെയ്യും.
ഈ ഹിസ്റ്റമിനാണ് ഈ അർട്ടിക്കേരിയ ആൻജിയോഡിമ, അനാഫിലാക്സിസ് എന്നൊക്കെ പറയുന്നതിലുള്ള ശരിക്കുള്ള വില്ല്. ഇത് ചെയ്യുന്നത് നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് ഈ തടിപ്പുകൾ വരുന്ന ഭാഗത്ത് നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം അവിടെ കുറച്ച് ചൂടുണ്ടാവും. അതിനൊരു കാരണം ഈ രക്തക്കുഴലുകൾ വികസിക്കുന്നത് കൊണ്ടാണ്. അതിന്റെ കൂടെ തന്നെ രക്തത്തിന്റെ ഉള്ളിലുള്ള ഈ രക്തക്കുഴലിന്റെ ഉള്ളിലുള്ള രക്തത്തിന്റെ കുറച്ച് വെള്ളം പോലെയുള്ള ഭാഗങ്ങൾ ഇതിലെ കൂടി പുറത്തേക്ക് വരുന്നു. അത് നമ്മുടെ സ്കിന്നിലുള്ള കോശങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോഴാണ് ഈ തടിപ്പായി നീര് വെച്ച് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അനാഫിലാക്സിസിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ആവാനും പേഷ്യന്റ് ഡെത്ത് വരെ ആവാനുള്ള കാരണം നമ്മുടെ ഈ ശ്വാസനാളം ചുരുങ്ങി പോകുന്നതാണെന്ന്. അതിന് കാരണവും ഇതേ ഹിസ്റ്റമിനാണ്. അത് ശ്വാസനാളത്തിന് കൺസ്ട്രിക്ട് ചെയ്യുന്നു, ചുരുക്കുന്നു. അതേപോലെ നമ്മുടെ രക്തക്കുഴലുകള് വികസിച്ച് BP കുറയാനും കാരണമാകുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഹിസ്റ്റമിനാണ്. അതുകൊണ്ടാണ് അർട്ടിക്കേരിയ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. ആ മരുന്നുകൾ ഈ ഹിസ്റ്റമിന്റെ ആക്ഷനെയാണ് ഇല്ലാതാക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.